അതിദയനീയ അവസ്ഥയിലുള്ള ഒരു കുഞ്ഞും അതിക്രൂരമായ മനസ്ഥിതിയുള്ള ഒരു രണ്ടാനമ്മയുടെയും ഒരു ഭാവനാതലം നാട്യരംഗത്തിൽ നമ്മുടെ ശ്രീലക്ഷ്മിയും മീനാക്ഷിയും അവതരിപ്പിച്ചപ്പോൾ മോളെ ചിമ്മു മക്കളിത് കണ്ടായിരുന്നോ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനമല്ലായിരുന്നോ? അതെന്തു പറ്റി? എന്തൊരു പറ്റി? മക്കളാണോ തട്ടിയിട്ടേ? അമ്മയുടെ ഫോൺ എടുക്കാൻ പോയപ്പോ കൈ തട്ടി വീണ. ഫോൺ എടുക്കാൻ പോയപ്പോ വീണ. കുഴപ്പമില്ലേ, ഇപ്പൊ വരാവേ. അമ്മ എവിടെ ഇരിക്കായിരുന്നു ഫോൺ? ഫോൺ അവിടെ ടേബിളിന്റെ മണ്ടയില്. ടേബിളിന്റെ മണ്ടയിൽ ഇരിക്കുന്നു. അതെടുക്കാൻ പോയപ്പോഴേ നിന്റെ സാധനമാണോ അത് തട്ടിയിടാൻ? നീ പൈസ എടുത്തടിച്ചേ? പിന്നെ എന്തിനെടുത്തത്? ഞാൻ എടുത്തല്ല. എനിക്കൊന്നും അറിയണ്ട. അത് നീയാണോ തട്ടിയിട്ട? എന്റെ കൈ തട്ടാതിരിക്കുക. നീ മനഃപൂർവ്വം തട്ടിയാന്നേ ഞാൻ കരുതൂ. കാര്യം നിനക്ക് ഈ വീട്ടിൽ ഇഷ്ടമല്ലാതെ എന്നെയാണെന്ന് എനിക്ക് നല്ല കണക്ക് അറിയില്ല മക്കളെ. എനിക്കതറിയില്ല. ഫോൺ എടുക്കാൻ നിന്റെ അടുത്ത് ആരും പറഞ്ഞു? എന്റെ ഫോൺ നിന്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞു? അമ്മയുടെ ഫോൺ ബെല്ലടിച്ച്. എന്റെ ഫോൺ ചിലപ്പോ ബെല്ലടിക്കാതിരിക്കും. നിന്റെ അടുത്ത് എടുക്കാൻ ഞാൻ പറഞ്ഞു. നിന്റെ സാധനമാണ് ആ തട്ടിയിടാൻ. നീ പൈസ കൊടുത്ത് ഉണ്ടാക്കിയതാണ് ഇവിടെ. നീയാണോ ഇവിടെ ചെലവെല്ലാം നടത്തുന്ന? നീ തെണ്ടെന്നാ ഇവിടെ പുറത്തിറങ്ങിയത്? ജോലിക്ക് പോണ ഇല്ലല്ലേ? ഇവിടെ ഞാനും എന്റെ ഭർത്താവും കൂടെ അല്ലേ നടത്തുന്ന? ആണാ? പിന്നെ നിന്റെ അടുത്ത് ആരും എന്നാ തട്ടിയിടാൻ? ഞാൻ തട്ടിയിട്ടല്ലമ്മ. അത് ഫോൺ എടുക്കാൻ പോയപ്പോ അറിയാതെ. എനിക്കൊന്നും അറിയണ്ട എന്റെ ചിമ്മു. നീയാണ് അത് തട്ടിയിട്ടത്. മനഃപൂർവ്വം തട്ടിയിട്ടത്. മനഃപൂർവ്വം തന്നെ. നീ അറിയാതെയാലും മനഃപൂർവ്വം തന്നെ. എനിക്ക് അതേ ഉള്ളു. നീ മനഃപൂർവ്വം തന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ വീട് നശിപ്പിക്കുന്ന നീയാണ്. ഈ വീട് നശിപ്പിക്കുന്ന നീയാണ്. നിനക്ക് എവിടെയെങ്കിലും പോയി ചത്തൂടെ കൊച്ചേ? നിനക്ക് എന്തിനു നമ്മളെ നശിപ്പിക്കുന്ന? എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാക്കുന്ന നിന്നെ കാരണം. നീ ഒറ്റൊരുത്തി കാരണം. ഞാൻ എവിടെയെങ്കിലും പോണ നീ കണ്ടാ? നീ തന്നെ ചെയ്ത. നീയാണ് ആ ഫോൺ എടുക്കാൻ പോയത്. എന്റെ ഫോൺ നിന്റെ അടുത്ത് ആരെടുക്കാൻ പറഞ്ഞ? ഇത് ഒന്നാമത്തെ സംഭവം ഒന്നല്ലേ. അന്നൊരു ദിവസം എന്റെ കൊച്ചുങ്ങളെ എന്തോ ഒരു സാധനം എടുത്തെന്ന് പറഞ്ഞു. അന്ന് ഇവിടെ നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു അക്ഷരം ഉണ്ടായിരുന്നത്. അതിന്റെ അവിടെ ഇന്ന് ഞാൻ തന്നിട്ടേ വിടത്തുള്ളൂ. നീ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞ് തട്ടിയിട്ടതാണത്. അത് എനിക്ക് നല്ല വൃത്തിക്കറിയാം. നീ തന്നെ. നീ അറിയാണ്ടായാലും എനിക്ക് ഒരു കുന്തവും ഇല്ല. അത് നിനക്കത് ശരിയാക്കാക്കൂ? ഇല്ലല്ലേ? പിന്നെ സംസാരിക്കാം. നീ പോയി തെണ്ടു അവിടുന്ന് അത് ശരിയാക്കാൻ ഒക്കോ? മിണ്ടരുത് നീ. ഇനി ഒരക്ഷരം ഞാൻ ചെയ്യുന്ന കൊണ്ടോണ്ട് ഇവിടെ ഇരുന്നോണം. ആ മൂലക്ക് ഇന്ന് നിനക്ക് ഫുഡും ഇല്ല, ഒരു കുന്തവും ഇല്ല. ആ മൂലയ്ക്ക് വല്ലതും കിടന്നോണം കേട്ടോ. ഇവിടത്തെ ജോലി മൊത്തം ചെയ്യണം. എനിക്ക് എന്റെ കൊച്ചുങ്ങൾക്ക് പുറത്തു പോകണ്ട. ഇവിടത്തെ ജോലി മൊത്തം ചെയ്ത് ആ മൂലയ്ക്ക് കിടന്നു. ഇല്ല, അടിച്ചിട്ടേ വിടത്തുള്ളൂ. പോയി കമ്പെടുത്തിട്ട് പോ. ഞാനല്ലേ എന്റെ കമ്പെടുത്ത് അറിയാലോ എന്റെ ചിമ്മു. പോടിപ്പോടുത്തിട്ട് ഓടി. ഞാൻ എടുത്ത അറിയാലേ. ഒരു ഗുണമില്ലല്ലോ നിന്നെ കൊണ്ട് വെച്ചേ. നിനക്ക് എവിടെയെങ്കിലും പൊക്കൂടെ? എന്റെ കൊച്ചുങ്ങൾക്ക് പുറത്തിറങ്ങി ഇടകാക്കുന്നില്ല അതിന്റെ കാരണം. ഞാൻ എന്റെ ഒന്ന് പറയും പുറത്തിറങ്ങിയിട്ട്. നിന്നെ ഞാൻ വല്ല അനാഥാലയത്തിനെ കൊണ്ടാക്കും കേട്ടാ. എത്രാം ക്ലാസ്? 2ലാ. അടുത്ത വർഷം പഠിപ്പ് നിർത്തി വല്ല ജോലിക്ക് ഇറങ്ങി പൊക്കോണം. നീ പഠിച്ചിട്ട് എന്താ കിട്ടാൻ? പഠിച്ചിട്ട് എവിടെ പോവാ? ഒരു കാര്യമില്ല. പഠിച്ചിട്ട് ഒരു സ്ഥലത്തും പോവല്ലേ. പോയി കമ്പെടുത്തിട്ടോ. പോയി കമ്പെടുത്തിട്ട് സ്വഭാവം മാറ്റിക്കല്ലേ കേട്ടാ. പോയി കമ്പെടുത്തിട്ട് നീ എടുക്കണ്ട. ഞാൻ എടുക്കാം. എന്റെ ശരീരത്തുള്ള തൊട്ടാണ് ഈ തോടുന്ന തന്നെ അറപ്പാണ് നിന്റെ അഴുക്ക കൈയും കൊണ്ട്. ഞാൻ പോയെടുത്തിട്ട് വരാം. ഞാൻ പോയിട്ട് എന്റെ കമ്പ് സാധനം പഠിച്ചിട്ട് ഇവിടെ ഒരു അക്ഷരം മിണ്ടരുത്. നീ മിണ്ടിപ്പോരുത്. ഇവിടെ ഒരു അക്ഷരം വീടിന്റെ അപ്പുറത്തോട്ടത്തിന്റെ ശബ്ദമല്ല പോയണ്ടല്ലേ. ഷേപ്പിലാണ് കിട്ടും കേട്ടോ. ഒരക്ഷരം മിണ്ടരുത്. ഒരക്ഷരം ആത്തടി കൊണ്ടോണ്ട് ഇവിടെ കിടന്നോളൂ. പഠിച്ചിട്ട് അവളെ കേട്ടോ.
നാളെ നീ എവിടെയെങ്കിലും ഇറങ്ങിപ്പോക്കണം. ഞാൻ എന്നെ കണ്ണുമ്പി എല്ലാം കണ്ടല്ലേ നിണ്ടല്ലോ നീ. എന്റെ വായിരിക്കുന്നത് നീ കേൾപ്പിക്കരുത്. മിണ്ടരുതെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. ഒരക്ഷരം മിണ്ടരുത്, ഒരക്ഷരം മിണ്ടരുതെന്ന് ചമ്മലേക്ക് വെക്കണേ. നിരങ്ങടി ഇവിടാ, നിരങ്ങി പോയിട്ടടി. പഠിക്കണോ പഠിക്കണോ? അത് നീ ജോലിക്ക് പോവോ നാളെ മുതല്? പോവോ ഇല്ലേ? ചോദിച്ചതിന് മറുപടി അറിയടി. പോവോ? നേരത്തെ വെച്ചപ്പോ എന്ത് മറുപടി അറിയാനാ? പോവോന്ന് വെച്ചാ അങ്ങനെ അടിക്കുമായിരുന്നോ എന്റെ പൊന്നോളെ? അടിക്കുമായിരുന്നാ? എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമല്ലേ? നീ എന്തിനീ അതെന്തിനു പൊട്ടിച്ചത്? മനപ്പൂർവ്വം ആയാലും അല്ലേലും എനിക്ക് ഒന്നും അറിയണ്ട. നീ എന്തിനാ പൊട്ടിച്ചത്? നീ ശരിയാക്കൂ. നിന്നോട് ഞാൻ നേരത്തെ ചോദിച്ചാ ശരിയാക്കോന്ന് ചോദിച്ചാ? നിന്റെ അവരവിടെ നിന്ന് പഠിക്കുകയാണ്, അവർക്ക് നാളെ എക്സാം ഉണ്ടത്. നിണ്ടരുത് നീ. ഇടാ നിന്റെ അച്ഛൻ വരുമ്പോ ഞാൻ അടിച്ചെന്നാ വല്ലോ ആരട്ടെങ്കിലും പറഞ്ഞോ കേട്ടല്ലേ? അവിടെ ഇരുന്ന് മിണ്ടാതിരുന്ന് മോങ്ങിക്കോളാം. മോങ്ങിട്ട് എനിക്ക് മോങ്ങയൊന്നും വേണ്ട. ഇപ്പൊ തന്നെ എനിക്ക് മര്യാദയ്ക്ക് ജോലി, ഇവിടുത്തെ ജോലി മൊത്തം ചെയ്തിട്ട് ഇങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ലല്ലേ? നാളെ ഇവിടുത്തെ ജോലി ചെയ്ത് അവിടെ കിടന്നാ മതി കേട്ടല്ലേ? അപ്പോൾ ഇന്നത്തെ നമുക്ക് ചേച്ചി ഒരു ടാസ്ക് തന്നിട്ടുണ്ട്. മീൻസ് ഒരു ക്രൂരയായ അമ്മയുടെ ക്യാരക്ടറും അതുപോലെ തന്നെ നിഷ്കളങ്കതയായ ഒരു കുട്ടിയുടെ ക്യാരക്ടറുമാണ്. അതിൽ അമ്മയുടെ ക്യാരക്ടർ ഞാനും കുട്ടിയുടെ ക്യാരക്ടർ ചിമ്മുവാണ് അഭിനയിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻസ് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ആദ്യത്തെ ഒരു മീൻസ് ഇങ്ങനെ ഒരു സീൻ ആദ്യമായിട്ടാണ് തരുന്നത്. അപ്പോഴോളം നമുക്കതങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. മാക്സിമം ട്രൈ ചെയ്യാം. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അത് തന്നെ. ഓക്കെ.